ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് മഷ്റൂം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ മഷ്റൂം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 ബൗൾ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും വരണ്ട, ചെറുതായിട്ടൊരു കളർ മാറിയാൽ മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട, മുളക് പൊടി എല്ലാത്തിലും പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് വേവിച്ച് വെച്ച് കൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളി വെന്തിട്ടില്ല. അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതിൽ ഉപ്പ് പാകമാണെന്ന് നോക്കണം. അപ്പോൾ നമുക്കിതിൽ ഉപ്പ് പാകമാണെന്ന് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി തുറന്ന് വെച്ച് വെള്ളം വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയിട്ട് വെള്ളം വലിച്ചെടുക്കാം. ഇത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് അടി പിടിക്കാതെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാൻ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.